കേരളത്തെ പോലെ തന്നെ തമിഴ്നാടിനെയും ഇത്തവണ മഴക്കുറവ് വളരെ പ്രതികൂലമായി ബാധിച്ചു. ഇത് ഈ ഓണക്കാലത്ത് ഏറ്റവും അധികം ബാധിക്കുന്നതും മലയാളികളെയാണ്. ഓണത്തിനുള്ള പൂക്കളം മുതൽ സദ്യ വരെ ഇത്തവണ കൈപ്പൊള്ളുന്ന അവസ്ഥയിലേക്ക് മലയാളികളെ ഈ പ്രതിസന്ധി എത്തിച്ചിട്ടുണ്ട്. വില കൂടുതലാണെങ്കിലും തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾ മലയാളികൾക്കായി സജീവമാണ്. തമിഴ്നാട്ടിൽ മഴ കുറഞ്ഞത് ഓണപ്പൂ വിപണിയെയും വലിയ തോതിൽ ബാധിച്ചു. എല്ലാ പൂക്കൾക്കും വില കൂടിയതിനാൽ ഇത്തവണ പൂക്കളം ഒരുക്കാൻ ചെലവ് കൂടും. തേനി ജില്ലയിലെ ശീലയംപേട്ടയിൽ നിന്നാണ് ജില്ലയിൽ കൂടുതലും പൂക്കൾ എത്തിയിരുന്നത്. ശീലയംപേട്ടയിലാണ് തേനി ജില്ലയിലെ ഏറ്റവും വലിയ പൂപ്പാടങ്ങൾ ഉള്ളത്. എന്നാൽ ഇത്തവണ മഴ ചതിച്ചതോടെ ഉൽപാദനം പകുതിയിലും താഴെയായി. ജലസേചന സൗകര്യമുള്ള കർഷകർ മാത്രമാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. ജില്ലയിൽ നിന്ന് വ്യാപാരികളും ഓണാഘോഷം സംഘടിപ്പിക്കുന്ന സ്ഥാപനങ്ങളും സംഘടനകളുമെല്ലാം ശീലയംപെട്ടി പൂമാർക്കറ്റിൽ നിന്നാണ് പൂക്കൾ കൊണ്ടുവരാറുള്ളത്. എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് നിരവധി ആളുകളാണ് പൂക്കൾ വാങ്ങുവാൻ ശീലയംപെട്ടിയിലേക്ക് എത്തുന്നത്. എന്നാൽ ഇത്തവണ പൂക്കളുടെ വരവ് കുറഞ്ഞതോടുകൂടി ശീലയംപെട്ടി പൂമാർക്കറ്റും സജീവമല്ല. பூ விலை இங்கேயே பெரிய டிமாண்டா இருக்கு. இங்கேயே பூ உற்பத்தி குறைவுனால கிடைக்கக்கூடிய பூவை ஆளுகள்லாம் வாங்கிட்டு போயிட்டு இருக்காங்க. அதனால இந்த தடவை மகசூல் கம்மினால விவசாயிகள் பெரிய பாதிப்பு ஏற்பட்டிருக்கு. அதே மாதிரி காய்கறியிலையும் மிகப்பெரிய பாதிப்பு, காய்கறி விலை இதெல்லாமே கூடி இருக்கு. விளைச்சல்ல மிகப்பெரிய குறைபாடு இருக்கு. இதுதான் இந்த தடவை ஓணத்துக்கு இங்கே தமிழ்நாட்டிலிருந்து பூ குறைவான முறையில் கொடுக்க முடியுது. இல்லைன்னா இதுக்கு முன்னாடிலாம் பூ நிறைய பூ இங்கேருந்து ஏற்றுமதி ஆகும், நல்ல விலைக்கு பூ வித்துட்டு இருந்துச்சு. இதெல்லாம் விலை கூடுதலாக இருந்தாலும் பூ உற்பத்தி கம்மியானனால பூ நம்ம தேவைகளும் கொடுக்க முடியல. இங்கேயே மிகப்பெரிய டிமாண்டாக இருக்கு. பூ அடிச்சு பிடிச்சு எல்லாரும் வாங்கிட்டு போயிட்டு இருக்காங்க. തമിഴ്നാട്ടിലും കേരളത്തിലും വിൽക്കുന്ന പൂക്കളുടെ വിലയിലും വലിയ വ്യത്യാസമുണ്ട്. തമിഴ്നാട്ടിൽ മാർക്കറ്റിൽ വിൽക്കുന്നവ ഇടുക്കിയിലെത്തുമ്പോൾ 200 മുതൽ 300 രൂപ വരെ വില വർദ്ധിക്കും. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പൂക്കൾ എത്തിക്കുന്നതിനുള്ള ചെലവ് കൂടി കണക്കിലാക്കുമ്പോൾ ഇവിടെ വലിയ ലാഭമില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.